യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തെള്ളിവെള്ളമെന്ന് പറയുന്ന സ്ഥലത്ത് 10 കൽപ്പനയെക്കുറിച്ച് യേശു വിശദീകരിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് യേശു പ്രസംഗിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന കൽപ്പനയെ സംബന്ധിച്ചാണ്. ഈ കൽപ്പനയെക്കുറിച്ച് യേശു പ്രസംഗിക്കുമ്പോൾ ഡോറാസ് എന്ന് പറയുന്ന ഒരു ഫരിസേയൻ മരണപ്പെടുകയും ദൈവത്തിൻ്റെ ശിക്ഷയാൽ ക്രോധത്താൽ അദ്ദേഹം മരിച്ചു വീഴുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം തിന്മയിൽ മാത്രം ജീവിക്കുകയും ചെയ്ത ആ ഒരു സംഭവത്തെ പരാമർശിച്ചുകൊണ്ടാണ് യേശു പ്രസംഗിക്കുക. യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ എല്ലാ മക്കൾക്കും ലഭിക്കുന്നതിനായി, ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം മനോഹരമായി പാലിക്കുന്നവരായി തീരുവാനായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് ഈശോയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈശോയുടെ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന പ്രമാണമാണിത്. നമ്മുടെ ഇഷ്ടം ദൈവത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ നാം പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിയമത്തിൻ്റെ നിബന്ധനകൾക്കെതിരെ നാം ധിക്കാരമായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെ നാം പരീക്ഷിക്കുകയാണ്. നിയമം അതിൻ്റെ ആധ്യാത്മിക വശത്ത് വിശുദ്ധവും പൂർണ്ണവുമാണ്. അതാണ് പ്രധാന വശം. എന്നാൽ ദൈവം സൃഷ്ടിച്ച ജഡത്തിൻ്റെ കാര്യം നിയമം പരാമർശിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നും പാപപ്പുറതി ലഭിച്ച ശേഷം വീണ്ടും പാപത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്നും സഹായം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വഴിയിലേക്ക് പിന്തിരിഞ്ഞ് നമ്മുടെ നന്മയ്ക്കും ദൈവത്തെ ഓർക്കുന്നതിനുമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയെ നശിപ്പിക്കുമ്പോൾ നാം ദൈവത്തെ പരീക്ഷിക്കുകയായിരിക്കും ചെയ്യുക. നാം ദൈവത്തെ പരിഹസിക്കരുത്, ദൈവത്തെ അവഹേളിക്കരുത്. എന്നാൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നു. ദൈവത്തെ അവഹേളിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് ഇന്നലെ നിങ്ങൾ കണ്ടു. അനുതപിക്കുന്നവരോട് സമ്പൂർണ്ണ ദയ കാണിക്കുന്ന നിത്യനായ ദൈവം എത്ര നല്ല സാഹചര്യത്തിലായാലും അനുതപിക്കുകയോ ജീവിതം നന്നാക്കുകയോ ചെയ്യാത്തവരോട് വളരെ നിശിതമായി വർത്തിക്കുന്നു. നിങ്ങൾ ദൈവവചനം ശ്രവിക്കുവാൻ എൻ്റെ പക്കൽ വരുന്നു, അത്ഭുതങ്ങൾ ലഭിക്കുവാൻ നിങ്ങൾ വരുന്നു, പാപപ്പൊറുതി കിട്ടുവാൻ നിങ്ങൾ വരുന്നു. പിതാവ് നിങ്ങൾക്ക് തൻ്റെ വചനവും തൻ്റെ അത്ഭുതങ്ങളും പാപപ്പൊറുതിയും നൽകുന്നു. സ്വർഗത്തിൽ നിന്ന് താണിറങ്ങിയതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അത്ഭുതങ്ങളും പാപപ്പൊറുതിയും തരുവാനും ദൈവത്തെ മനസ്സിലാക്കി തരുവാനും എനിക്ക് കഴിയുന്നു. നാദാബിനെയും അബിഹൂവിനെയും ദൈവത്തിൻ്റെ കോപാഗ്നി അടിച്ചു വീഴ്ത്തിയതുപോലെയാണ് ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടത്. എന്നാൽ നിങ്ങൾ അവനെ വിധിക്കരുത്. എന്താണ് സംഭവിച്ചത്? ഒരു പുതിയ അത്ഭുതം. അത് ദൈവത്തെ നിങ്ങളുടെ സ്നേഹിതനായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനനുസരിച്ച് ധ്യാനിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കണം. സ്വഭാവാതീതമായ അരൂപിയില്ലാതെ മാനുഷികമായ അരൂപിയാലാണ് അയാൾ അത് ആവശ്യപ്പെട്ടത്. അവൻ്റെ രോഗം മാറുന്നതിനും അവന് സംഭവിച്ച കഷ്ടതകളിൽ നിന്ന് വിമുക്തമാകുന്നതിനും ഒരു ജാലവിദ്യ പോലെയാണ് അയാൾ അതിനെ കരുതിയത്. അവൻ്റെ ലക്ഷ്യം മുഴുവൻ അവൻ്റെ ശരീരവും വിളവെടുപ്പും മാത്രമായിരുന്നു. ആത്മാവിൻ്റെ കാര്യം ശ്രദ്ധിച്ചതേയില്ല. ആത്മാവിനൊരു വിലയും അയാൾ കൽപ്പിച്ചില്ല. അവന് വിലപ്പെട്ടത് ജീവനും സമ്പത്തും മാത്രമായിരുന്നു. ഞാൻ പറയുന്നു, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയമുണ്ട്. ഹൃദയം എവിടെയോ അവിടെ നിക്ഷേപമുണ്ട്. അപ്പോൾ നിക്ഷേപം ഹൃദയത്തിലാണ്. അവൻ്റെ ഹൃദയത്തിൽ ജീവിതത്തിനും ധാരാളം സമ്പത്തിനും അവൻ ദാഹിച്ചിരുന്നു. അതെങ്ങനെ കിട്ടും? ഏതു മാർഗം ഉപയോഗിക്കും? കുറ്റകൃത്യങ്ങൾ ചെയ്തും നേടും. അതിനാൽ
സ്നാനപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടത് ദൈവത്തോടുള്ള നിന്ദയല്ലാതെ മറ്റെന്തായിരുന്നു? ദൈവത്തെ പരീക്ഷിക്കുക ആയിരുന്നില്ലേ? അവൻ്റെ ദീർഘകാലത്തെ പാപകരമായ ജീവിതത്തെക്കുറിച്ച് ആത്മാർത്ഥമായ അനുതാപമുണ്ടായിരുന്നു എങ്കിൽ ഒരു നല്ല മരണം ലഭിക്കുന്നതിന് അത് മതിയായിരുന്നു. ഭൂമിയിൽ ന്യായമായ സ്വത്തുക്കൾ നേടുവാനും ഉതകുമായിരുന്നു. എന്നാൽ അവൻ അനുതപിച്ചില്ല. താൻ സ്നേഹിക്കാൻ പോലും കഴിയാത്ത വിധം അയാൾ അത്രയകന്ന് അധപതിച്ചുപോയി. കാരണം വിദ്വേഷം തന്നോട് തന്നെയുള്ള മൃഗീയമായ സ്വാർത്ഥത സ്നേഹത്തെ പോലും കൊന്നുകളയുന്നു. ആത്മാർത്ഥമായ അനുതാപത്തിൻ്റെ കണ്ണീർ അവന് ശുദ്ധീകരണ ജലമായി തീരുമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെയായിരിക്കട്ടെ. കാരണം പാപമില്ലാത്ത ഒരുവൻ പോലുമില്ല. അതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുദ്ധീകരണ ജലം ആവശ്യമാണ്. ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഈ ജലം നിങ്ങളുടെ മേൽ പതിച്ച് നിങ്ങളെ കഴുകുന്നു, മലിനമായതെല്ലാം ശുചിയാക്കുന്നു, വീണുകിടക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുന്നു, പാപത്താൽ രക്തം വാർന്നു പോയവരിൽ നവജീവൻ ഉളവാക്കുന്നു. ആ മനുഷ്യന് ഈ ഭൂമിയിലെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഉത്കണ്ഠ. എന്നാൽ മനുഷ്യനെ പര്യാകുലനാക്കേണ്ട ഒരു ദൗർഭാഗ്യം മാത്രമേ ഉള്ളൂ. ദൈവത്തെ നഷ്ടപ്പെടുത്തുക എന്ന നിത്യ ദൗർഭാഗ്യമാണത്. ക്രമപ്രകാരമുള്ള കാഴ്ചകൾ അർപ്പിക്കുന്നതിന് അയാൾ മുടക്കം വരുത്തിയില്ല. എന്നാൽ അരൂപിയുടെ ബലി അവൻ ദൈവത്തിന് അർപ്പിച്ചില്ല. അതായത് അവൻ പാപം ചെയ്യുന്നത് നിർത്തിയില്ല, പാപപ്രതി ചോദിച്ചില്ല, അനുതപിച്ചില്ല, പരിഹാരം അനുഷ്ഠിച്ചില്ല, സൽപ്രവർത്തികളാൽ ഇവയൊന്നും ചെയ്തില്ല. അനീതിയായി സമ്പാദിച്ച സമ്പത്തുകൊണ്ട് നടത്തിയ കപടമായ കാഴ്ചകൾ മനുഷ്യൻ്റെ തിന്മയായ പ്രവൃത്തികൾക്ക് ദൈവത്തെ കൂട്ടുവിളിക്കുന്നത് പോലെയാണ്. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കുമോ? ഇത് ദൈവത്തെ പരിഹസിക്കലല്ലേ? പാപം ചെയ്യാൻ ആഗ്രഹിക്കുകയും ഞാൻ ബലികൾ അർപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവനെ ദൈവം നിരസിക്കുന്നു. ആത്മാവ് പാപത്തിൽ നിന്നും വിട്ടുമാറാതെ ശാരീരിക ഉപവാസം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? ഇവിടെ മരിച്ച ആ മനുഷ്യൻ്റെ മരണം ദൈവത്തിൻ്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ഇപ്പോൾ അവൻ്റെ സമ്പൽ സമൃദ്ധമായ ഭവനത്തിൽ അവൻ്റെ ബന്ധുക്കളും പണം കൊടുത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലാപകരായ സ്ത്രീകളും അവൻ്റെ മൃതശരീരം വെച്ച് വിലപിക്കുന്നു. താമസിയാതെ ആ ശരീരം ശവകുടീരത്തിൽ വയ്ക്കും. ഓ ശരിക്കുള്ള മൃതശരീരം, ശരിയായിട്ടുള്ള വിലാപം, വെറും മൃതശരീരം, മനസ്സിൽ തട്ടാത്ത വിലാപം. കാരണം നേരത്തെ തന്നെ മൃതമായിരുന്ന ആത്മാവ് രക്തബന്ധങ്ങളിൽ നിന്നും ആശയസാധർമ്മ്യമുണ്ടായിരുന്നവരിൽ നിന്നും നിത്യകാലത്തേക്ക് വേർപെട്ടു കഴിഞ്ഞു. നിത്യകാലത്തേക്ക് ഒരേ വസതിയിൽ തന്നെ അവർ ഒരുമിച്ച് കൂടിയാലും അവിടെ ഭരണം നടത്തുന്ന വിദ്വേഷം അവരെ അകറ്റും. അപ്പോൾ മരണം യഥാർത്ഥമായ വേർപാട് തന്നെയാണ്. സ്വന്തം ആത്മാവിനെ കൊന്ന ഒരു മനുഷ്യൻ തന്നെക്കുറിച്ച് തന്നെ വിലപിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. മറ്റുള്ളവർ അവനെക്കുറിച്ച് വിലപിക്കുവാനിടയാകാതെ അങ്ങനെ അനുതാപവും എളിമയുമുള്ള ഹൃദയത്തിൻ്റെ കണ്ണുനീരാൽ ദൈവത്തിൽ നിന്ന് പാപപുറുതി നേടി ആത്മാവിൻ്റെ ജീവൻ വീണ്ടെടുക്കുവാൻ കഴിയുമായിരുന്നു. പോയിക്കൊള്ളുക, ആരോടും വിദ്വേഷം വേണ്ട, ഒരഭിപ്രായവും പറയണ്ട. എളിമയല്ലാതെ വേറൊന്നും വേണ്ട. നീതിയെ പ്രതി വിരോധം കൂടാതെയാണ് ഞാൻ അയാളെക്കുറിച്ച് സംസാരിച്ചത്. നന്നായി ജീവിക്കേണ്ടതെങ്ങനെയെന്നും സന്തോഷത്തോടെ മരിക്കേണ്ടതെങ്ങനെയെന്നും ജീവിതവും മരണവും നമ്മെ പഠിപ്പിക്കുന്നു. മരണമില്ലാത്ത ജീവിതം നേടേണ്ടതെങ്ങനെയെന്നും നമ്മൾ പഠിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങളുടെ വലിയ സ്നേഹം യേശു ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ഈ 10 കൽപ്പനകളിലെ ഒരു കൽപ്പനയായ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് നമ്മുടെ തമ്പുരാൻ തന്നെ നേരിട്ട് നമ്മോട് പറയുകയാണ്. അതിൻ്റെ ഗൗരവം എത്രമാത്രമാണ് എന്നുള്ളത് ഈശോ വ്യക്തമാക്കുകയാണ്. ഡോറാസ് എന്ന് പറയുന്ന ഒരു ഫരിസേൻ, അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനേകം പണിക്കാരെയൊക്കെ അദ്ദേഹം പലപ്പോഴും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്.
അതൊക്കെ ഈശോ കാണുകയും അനുഭവിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഈശോ പലപ്പോഴും സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിനെ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഈശോ വളരെ വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ രക്ഷ, നമ്മുടെ എല്ലാം ലക്ഷ്യം ആത്മാവിൻ്റെ രക്ഷയായിരിക്കണം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയായിരിക്കണം. ദൈവം നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെയും രക്ഷ നമുക്ക് വിലപ്പെട്ടതായിരിക്കണം. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ സംസാരിക്കുന്ന ഈ വാക്കുകൾ എല്ലാ മക്കളിലേക്കും എത്തട്ടെ എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഈശോയുടെ നാമത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.